സബീസ് പെർഫ്യൂം ലോകം അറിയപ്പെടുന്നതിന് മുമ്പ് ഇതിൻ്റെ വിഷൻ സബി എന്നോട് ഷെയർ ചെയ്യുന്നായിരുന്നു. ഞങ്ങളൊരു ബിരിയാണി കടയിൽ നിന്ന് ബിരിയാണിയെ കഴിക്കുമ്പോൾ നമുക്ക് എങ്ങനെ കുറച്ച് മനുഷ്യരെ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് സബി പറഞ്ഞത്, ഞാനൊരു മനസ്സിലൊരു ആശയം, ഒരു കച്ചവടം തുടങ്ങിയിട്ട് അതിൻ്റെ ഒരു വരുമാനം പീഡിപ്പിക്കപ്പെടുന്നവരെ, ആട്ടി ഓടിക്കപ്പെടുന്നവരെ, ആക്രമിക്കപ്പെടുന്നവരെ അവർക്ക് താങ്ങായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു കച്ചവടം തുടങ്ങിയാൽ കൊള്ളാമെന്നുണ്ട്. എൻ്റെ മനസ്സിൽ തോന്നിയൊരാശയം, സുഗന്ധം, പ്രവാചകന് ഏറ്റവും ഇഷ്ടപ്പെട്ട സുഗന്ധം അത് കച്ചവടത്തിൻ്റെ രൂപത്തിലാക്കി അത് വഴി കിട്ടുന്ന ഇൻകത്തിൻ്റെ ഒരു ഭാഗം ഇത്തരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യരിലേക്ക് എത്തിക്കണം എന്ന് പറഞ്ഞപ്പോൾ അന്ന് ഞാൻ സബി കുറേ കണ്ണു നിറഞ്ഞ് കുറേ പ്രാർത്ഥിച്ചു. അന്ന് ഞാൻ സബിയോട് ഒരൊറ്റ കാര്യം പറഞ്ഞുള്ളൂ, സബി, ഈ ഭൂമിയിൽ ഒരു ബിസിനസ് സക്സസ്ഫുൾ ആകണമെങ്കിൽ ഞാൻ ആസ് എ മാനേജ്മെന്റ് എക്സ്പേർട്ട് എന്ത് ബിസിനസ് ചെയ്യുന്നു എന്നുള്ളതല്ല ഇമ്പോർട്ടൻറ്റ്, എന്തിന് ബിസിനസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. സബി എനിക്ക് ഉറപ്പുണ്ട്, സബി ഈ പെർഫ്യൂം ഇങ്ങനെ സ്പ്രേ ചെയ്ത് എൻ്റെ ദേഹത്തടിച്ചപ്പോൾ അല്ലെങ്കിൽ എൻ്റെ ഡ്രസ്സിലടിച്ചപ്പോൾ ദൂരെ എവിടെയോ ഒരുപാട് ആട്ടി ഓടിക്കപ്പെട്ട മക്കൾക്ക് ഹൃദയത്തിൽ അതൊരു തൊടലായി മാറും എന്നതാണ് എനിക്ക് തോന്നുന്നു സബീസ് പെർഫ്യൂമിൻ്റെ സ്പിരിച്വൽ സക്സസ്. അത് സബീസ് ഫ്രാഗ്രൻസ് കൊണ്ടുവന്ന ഈ ആശയം ഞാൻ പറയണമെങ്കിൽ എല്ലാ കച്ചവടക്കാരും അത് ഏറ്റെടുക്കണം. അതായത് നമുക്ക് കിട്ടുന്ന ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ഒരു ഓഹരി നമ്മുടെ അല്ലാണെന്ന് തീരുമാനിക്കണം. നമ്മൾ അർഹിക്കുന്നില്ല, നമ്മൾ ഡിസർവ് ചെയ്യുന്നില്ല തീരുമാനിക്കണം. നമ്മൾ പലപ്പോഴും ബിസിനസ്സുകാർ വിചാരിക്കുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസും എക്സ്പെൻസ് കഴിഞ്ഞാലുള്ളതല്ല എൻ്റെ ഒന്നുമല്ല. എക്സ്പെൻസ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഓഹരി എവിടെയോ പീഡിപ്പിക്കപ്പെടുന്ന, മർദ്ദിക്കപ്പെട്ട, ആക്രമിക്കപ്പെട്ട, പാവപ്പെട്ട, ഉപേക്ഷിക്കപ്പെട്ട, ആട്ടി ഓടിക്കപ്പെട്ട ഏതൊക്കെയോ ഒരു വിഭാഗം ജനങ്ങൾക്ക് വേണ്ടി നമ്മുടെ കയ്യിൽ തന്നിരിക്കുക ഈ പ്രോഫിറ്റ്. അതെത്തിച്ചാൽ ഉണ്ടാവുന്ന ലാഭം എന്താണെന്ന് ചോദിച്ചാൽ, ഈ നമ്മൾ ചിലപ്പോൾ ആത്മീയത പറയുമ്പോൾ എപ്പോഴും സ്വർഗീയമായ ഒരു ആത്മീയതയെ പറയുന്നു, ഒന്നുമില്ല. ഭൗതികമായ റിവാർഡ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഞാൻ കണ്ടിട്ടുള്ള പല സക്സസ്ഫുൾ ബിസിനസ്സുകാരും കൊടുത്താണ് സക്സസ്ഫുൾ ആയിട്ടുള്ളത്. പിടിച്ച് വെച്ചിട്ട് ആർക്കും സക്സസ്ഫുൾ ആകാൻ പറ്റില്ല. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, സബി എടുത്തതാണ്, ഇത് കൊടുക്കാതിരുന്നുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ചു. ഇരുന്ന് പ്രയാസപ്പെട്ട് തട്ടിപ്പോയില്ലേ, ഈ ശ്വാസം ഉള്ളിൽ തന്നെ വെച്ചിരുന്ന അത്രേ ഉള്ളൂ. ഇവിടെ നിന്ന് പുറത്തുനിന്ന് എടുക്കുന്നതെല്ലാം തിരിച്ചു കൊടുക്കാനുള്ളതാണ്. അങ്ങനെ കൊടുക്കാനായി സബീസ് ഫ്രാഗ്രൻസിന് സാധിക്കുന്നത് കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഐ ഫീൽ പ്രൗഡ് ഓഫ് യു.